നമസ്കാരം. കരിഞ്ഞുണങ്ങിയ പുൽമേടുകൾ പച്ചപിടിച്ചപ്പോൾ കാട്ടാനകൾ കൂട്ടമായി എത്തി. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപത്തെ ആനക്കാഴ്ചകളാണ് കണ്ടത്. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ചെങ്കപ്പടരുന്നു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. മഹാരാഷ്ട്രയിലും കർണാടകത്തിലും ഒരു ദിവസത്തിനിടയിലെ ഏറ്റവും റെക്കോർഡ് കേസുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. 5493 പുതിയ കേസുകളും 156 മരണവുമാണ് മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. 1,64,626 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചത്. കർണാടകത്തിൽ ആദ്യമായി ഒരു ദിവസം 1000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1267 പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 13,000 കടന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്കുള്ള റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇന്നു മുതൽ ദിവസവും 2000 പേർക്ക് റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റുകൾ നടത്താനാകും. വിദേശത്തു നിന്ന് വരുന്നവരിൽ കോവിഡ് പരിശോധന നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയാണ് വിമാനത്താവളങ്ങളിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റിന് വിധേയരാക്കുന്നത്. ഇതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിനോട് ചേർന്ന് 16 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. ഇത് 32ആയി ഉയർത്തിയിരുന്നു. ഇതോടെയാണ് കൂടുതൽ യാത്രക്കാരെ പരിശോധിക്കുന്നതിനുള്ള അവസരമൊരുങ്ങിയത്. 20 മുതൽ 30 മിനിറ്റ് വരെ എടുത്താണ് വിമാനത്താവളങ്ങളിലെ പരിശോധന. ഇതിന്റെ ഫലം വന്നതിനു ശേഷം മാത്രമേ യാത്രക്കാരെ പുറത്തിറങ്ങാൻ അനുവദിക്കുകയുള്ളൂ. പരിശോധനാ ഫലം പോസിറ്റീവായവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 2520 പേർ ഞായറാഴ്ച നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു. ഇതിൽ 600 പേർക്കാണ് റാപ്പിഡ് ടെസ്റ്റ് നടത്തിയത്. ഇന്ന് 7 വിമാനങ്ങളിലായി 1260 പേർ നെടുമ്പാശ്ശേരിയിലെത്തും. ന്യൂസ് 18 കൊച്ചി. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പരിഗണിച്ച് പത്തനംതിട്ടയിൽ 5 കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ കൂടി ആരംഭിക്കും. 940 കിടക്കകൾക്ക് കൂടി ആശുപത്രികളിലൂടെ ലഭ്യമാകും. ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരെ ചികിത്സിക്കുന്നതിനാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുന്നത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 1,02,00,000 മരണം 5,04,000 കടന്നു. 24 മണിക്കൂറിനിടെ പുതിയതായി 1,60,000 ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ രോഗബാധിതർ 26,00,000, ബ്രസീലിൽ 13,50,000 കടന്നു. സാഹചര്യം വീണ്ടും മോശമായതോടെ വിവിധ അമേരിക്കൻ സ്റ്റേറ്റുകൾ കർശന നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങി. രോഗം നിയന്ത്രിക്കാനുള്ള അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അത് പാഴാക്കരുത് എന്നും US ആരോഗ്യ സെക്രട്ടറി അലക്സ് അസർ മുന്നറിയിപ്പ് നൽകി. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ഷംനയുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മുഖ്യപ്രതി റഫീഖുമായി ബന്ധമുള്ള സിനിമാ മേഖലയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ചോദ്യം ചെയ്യും. നടി ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിലെ സംഘം 18 യുവതികളെയാണ് തട്ടിപ്പിനിരയാക്കിയത്. പ്രതികൾക്ക് സിനിമാ മേഖലയിലേതടക്കം ഉന്നതരുമായി ബന്ധമുണ്ടോ എന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട്. പിടിയിലായ പ്രതികളുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇന്ന് 9 യുവതികളുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും. 15 കേസുകളിൽ സംഘത്തിനെതിരെ അന്വേഷണമുണ്ടാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാഖറെ അറിയിച്ചിരുന്നു. കൂടുതൽ കേസുകൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സംഘത്തിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. സിനിമ, മോഡലിംഗ് രംഗത്തുള്ളവർക്ക് പുറമെ ഇവന്റ് മാനേജ്മെന്റ് ജീവനക്കാരും റിസപ്ഷനിസ്റ്റുകളും തട്ടിപ്പിനിരയായിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിൽ യുവതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ല. അതേസമയം ഹൈദരാബാദിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഷംനയിൽ നിന്ന് ഇന്ന് വിശദമായ മൊഴിയെടുക്കും. കസ്റ്റഡിയിലുള്ള പ്രതികളെ ഷംന കാസിമിന്റെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ക്വാറന്റീനിൽ പോകേണ്ടതിനാൽ ഷംനയുടെ മൊഴി ഓൺലൈൻ വഴിയാകും രേഖപ്പെടുത്തുക. ന്യൂസ് 18 കൊച്ചി. ഇ മൊബിലിറ്റി കൺസൾട്ടൻസി കരാറിൽ കൂടുതൽ ആരോപണവുമായി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ IT കമ്പനി എക്സാലോജിക്കും പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ MLA VT ബൽറാം രംഗത്തെത്തി. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ ജേക്ക് ബാലകുമാർ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൺസൾട്ടന്റ് ആണെന്നാണ് ആരോപണം. 4,500 കോടി രൂപയുടെ ഇ മൊബിലിറ്റി പദ്ധതിയിൽ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് കൺസൾട്ടൻസി കരാർ നൽകിയതിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്ന ആവശ്യത്തിന് പിന്നാലെയാണ് ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേരുൾപ്പെടുത്തിയുള്ള VT ബൽറാമിന്റെ ഒളിയമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം ചർച്ചയാവുകയാണ്. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടറായ ജേക്ക് ബാലകുമാർ എക്സാലോജിക്കിന്റെയും മെന്ററാണ്. കഴിഞ്ഞ 16 വർഷമായി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടറാണ് ജേക്ക് ബാലകുമാർ. മകളുടെ കമ്പനിയുമായുള്ള ബന്ധത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ആ
കരാറ് നൽകിയത് എന്നുള്ളത് ഒരു ഊഹാപോഹം മാത്രമല്ല, അത് ആ സർക്കാർ ഉത്തരവിൽ തന്നെ കൃത്യമായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് ആ തീരുമാനം എടുത്തത് എന്നുള്ളത്. ടെൻഡർ വിളിക്കാതെ കൺസൾട്ടൻസി കരാർ നൽകിയതാണ് വിവാദമായത്. നേരത്തെ സ്പ്രിംഗ്ലർ വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെ ഉൾപ്പെടുത്തി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തുടർ അഴിമതി ആരോപണങ്ങളിൽ സമ്മർദ്ദത്തിലായി സർക്കാർ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ ഏറെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇ മൊബിലിറ്റി പദ്ധതി കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി അഴിമതി ആരോപണങ്ങൾ. എല്ലാത്തിലും സംശയ നിഴലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പ്രിംഗ്ലർ, പമ്പയിലെ മണൽക്കടത്ത്, ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇവയാണ്. ഇതിൽ സ്പ്രിംഗ്ലറിലും കൂപ്പേഴ്സിലും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ പേരും സംശയ നിഴലിലായി. സ്പ്രിംഗ്ലർ കമ്പനി സിഇഒയും മലയാളിയുമായ രാജി തോമസുമായി വീണയ്ക്ക് ബിസിനസ് ബന്ധമുണ്ടെന്നായിരുന്നു ആരോപണം. ഇപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് വിവാദത്തിലും വീണയുടെ പേരിൽ ആരോപണം ഉയർന്നു കഴിഞ്ഞു. നേരത്തെ വിവാദമായ സിംസ് പദ്ധതിയിലും മുഖ്യമന്ത്രിയുടെ മകളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിപക്ഷ നീക്കം. മുൻ വിവാദങ്ങളിലൊക്കെ പ്രതിപക്ഷ ആരോപണങ്ങളെ ആദ്യമേ തള്ളിക്കളയുകയായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും. എന്നാൽ പിന്നീട് സ്പ്രിംഗ്ലറിലും സിംസിലും പദ്ധതി അതേപടി നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോയി. അതുതന്നെയാണ് പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകവും. സ്പ്രിംഗ്ലർ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ആദ്യം അതിനെ പരിഹസിച്ചെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു പോകേണ്ട സാഹചര്യം ഗവൺമെന്റിനുണ്ടായി. ബെവ്കോ ആപ്പുമായി ബന്ധപ്പെട്ട അഴിമതി ഉന്നയിച്ച സന്ദർഭത്തിൽ അതിനെ ന്യായീകരിച്ച മന്ത്രി പിന്നീട് ഒരക്ഷരം അതിനെപ്പറ്റി പറയാൻ തയ്യാറായില്ല. റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും DGPയും കൂടി ഹെലികോപ്റ്ററിൽ പമ്പ ത്രിവേണിയിൽ അടിഞ്ഞുകിടന്ന മണ്ണ്, അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളിയിലും കരിമണൽ ഖനനത്തിനും വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പുറത്തു കൊണ്ടുവന്നതും പ്രതിപക്ഷമാണ്. കൂപ്പേഴ്സ് ആരോപണത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന കൂടുതൽ തെളിവുകളുണ്ടെന്നും വൈകാതെ അത് പുറത്തുവിടുമെന്നുമാണ് പ്രതിപക്ഷ കേന്ദ്രങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെയും പിണറായി വിജയനെയും അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. UDF നേതൃത്വം പൂർണ്ണമായും കൈവിട്ടതോടെ മുന്നണി മാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനമെന്ന് ജോസ് വിഭാഗം എടുത്തേക്കും. ഇടതുമുന്നണിയിലെത്താനുള്ള നീക്കമാണ് ജോസ് വിഭാഗം നടത്തുന്നത്. കേരള കോൺഗ്രസിലെ തർക്കത്തിൽ UDF ഇന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഇന്ന് ഇരുപക്ഷവുമായി ആശയവിനിമയം നടത്തും. ചർച്ചകൾ നടന്നു. ചർച്ചകൾക്ക് ശേഷം UDF കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ ഇത് സംബന്ധിച്ചുള്ള UDFന്റെ നിർദ്ദേശം ജോസ് വിഭാഗത്തെ അറിയിക്കുകയുണ്ടായി. ഇതുവരെ അവരത് പാലിച്ചിട്ടില്ല. UDF ചെയർമാൻ രമേശ് ചെന്നിത്തല കൂടി തള്ളിപ്പറഞ്ഞതോടെയാണ് കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ ജോസ് വിഭാഗം ആലോചിക്കുന്നത്. ഇനിയും UDFൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടാണ് ജോസിനൊപ്പമുള്ള നേതാക്കൾക്കുള്ളത്. UDF തീരുമാനം ഇന്ന് വന്നാൽ പിന്നാലെ യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ പ്രഖ്യാപിക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിലെ ധാരണ. രമേശ് ചെന്നിത്തലയെ തള്ളി തോമസ് ചാഴിക്കാടനും ഡോക്ടർ N ജയരാജും രംഗത്തെത്തിയതും ഈ സാഹചര്യത്തിലാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി UDF നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ആ ചർച്ചയിലൊന്നും ഞങ്ങൾ ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ധാരണ ഉണ്ടായിട്ടില്ല. എഴുതി തയ്യാറാക്കിയ എഗ്രിമെൻ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു കരാറിൻ്റെ പേരിൽ, ഇല്ലാത്ത ഒരു ധാരണയുടെ പേരിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ രാജിവെക്കുന്നില്ല. ജോസ് വിഭാഗത്തെ മുന്നണിയിലെത്തിക്കുന്നതിൽ LDFലും എതിർപ്പില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതുവരെ കാത്തിരിക്കണമെന്ന അഭിപ്രായം ജോസ് വിഭാഗത്തിനുണ്ട്. UDFനെ കേൾക്കാത്ത ജോസ് കെ മാണിയുടെ നിലപാടിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിൽ UDF നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമാകും. ന്യൂസ് 18 കോട്ടയം. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 5 പൈസയും ഡീസലിന് 12 പൈസയും വർദ്ധിപ്പിച്ചു. 23 ദിവസത്തിനിടെ പെട്രോളിന് 9 രൂപ 3 പൈസയും ഡീസലിന് 10 രൂപ 54 പൈസയും കൂട്ടി. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 80 രൂപ 69 പൈസയും ഡീസലിന് 76 രൂപ 33 പൈസയുമാണ് വില. ലോറി വാടക വർദ്ധിപ്പിക്കാനൊരുങ്ങി ലോറി ഉടമകൾ. ദിവസവും ഉണ്ടാകുന്ന ഇന്ധനവില വർധന മൂലം കനത്ത നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത് എന്നും ലോറി വാടക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നും ഉടമകൾ വ്യക്തമാക്കി. ലോറി വാടക കൂട്ടുന്നത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിനും ഇടയാക്കും. കഴിഞ്ഞ 3 ആഴ്ചയായി ഡീസലിനും പെട്രോളിനും ദിവസേന വില വർദ്ധിക്കുന്നു. ഈ കാലയളവിൽ ഡീസലിന് മാത്രം 11 രൂപയോളം വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ലോറി ഉടമകൾ വാടക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നത്.
നിലവിലെ സാഹചര്യത്തിൽ വലിയ നഷ്ടമാണ് നേരിടേണ്ടി വരുന്നതെന്ന് ഉടമകൾ പറയുന്നു. ലോറി ഇവിടെ ഒരു ചാക്കിന് നമുക്ക് ഇറക്കുമ്പോൾ 5 രൂപയൊക്കെ വെച്ച് കൂടും. ഒരു 50 ഇറക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂടും. എന്തായാലും ഈ വാടക ഈ സ്ഥിതിക്ക് പെട്രോളും ഡീസലും ഇങ്ങനെ വില കൂടി പോകുകയെന്നുണ്ടെങ്കിൽ എന്തായാലും മാർക്കറ്റിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ചരക്ക് ലോറികൾക്ക് വാടക വർദ്ധിച്ചാൽ അത് വിപണിയെയും ബാധിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. കോവിഡ് മൂലം നിലവിൽ വലിയ തോതിൽ വ്യാപാരമാന്ദ്യം നേരിടുന്നത് കൊണ്ട് മാത്രമാണ് ഡീസൽ വില വർധനവ് ഉണ്ടായിട്ടും സാധനങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിക്കാത്തത്. ഇപ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് ലോറികൾ വാടക വർദ്ധിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഇപ്പോൾ മഹാരാഷ്ട്ര വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ഒരു 6000-7000 കൂടുതലുണ്ട്. ലോക്കൽ വണ്ടിയാണെങ്കിൽ ഒരു 200 കൂടുതൽ വരും. തമിഴ്നാട് അടുത്തുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഒരു 100-150 മാറ്റം വരും. ലോറി വാടക പുതുക്കുന്നത് സംബന്ധിച്ച് ജൂലൈ ആദ്യവാരം തീരുമാനം എടുക്കാനാണ് ഉടമകൾ ആലോചിക്കുന്നത്. ഇതോടെ വൻ വിലക്കയറ്റവും ഉണ്ടാകും. ന്യൂസ് 18 പാലക്കാട്. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന്. പഞ്ചായത്ത് തലത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം. സംസ്ഥാനതല ഉദ്ഘാടനം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി തുടങ്ങിയവരും പങ്കെടുക്കും. തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിച്ചത് പകൽക്കൊള്ള നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ AICC ആഹ്വാനപ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ. കോവിഡ് കവർന്ന പ്രവാസി സ്വപ്നങ്ങൾ. മെച്ചപ്പെട്ട കുടുംബജീവിതം സ്വപ്നം കണ്ടാണ് കോഴിക്കോട് ചെങ്ങോട്ടുകാവ് മാടക്കരയിലെ അബ്ദുൾ സമദ് പ്രവാസിയായത്. ജീവിതം നെയ്തെടുക്കാനായി സൗദി അറേബ്യയിലെത്തിയ അബ്ദുൾ സമദിന്റെ ജീവൻ മഹാമാരിയെടുത്തു. പ്രാരാബ്ധങ്ങൾക്കിടെ സ്വന്തമായി ഒരു വീട് പണിതുവെങ്കിലും അതിലൂടെയുണ്ടായ കടം ബാക്കിയാക്കി. ഈ കടം എങ്ങനെ വീട്ടുമെന്നറിയാതെ കഴിയുകയാണ് അബ്ദുൾ സമദിന്റെ ഭാര്യയും കുട്ടികളും. അബ്ദുൾ സമദിന്റെ 13 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ബാക്കി പത്രമാണ് ഈ വീട്. കുടുംബസ്വത്തിൽ നിന്ന് കിട്ടിയ 5 സെന്റ് കൂടാതെ 5 സെന്റും കൂടി വാങ്ങിയാണ് വീട് പണി തുടങ്ങിയത്. 12 ലക്ഷം ഇപ്പോൾ കടമുണ്ട്. ഈ കടം വീട്ടാനായാണ് 46-കാരനായ സമദ് മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും സൗദിക്ക് തന്നെ മടങ്ങിയത്. എന്നാൽ ഈ മാസം 23-ന് ഈ വീട്ടിലെത്തിയത് സമദിന്റെ മരണവാർത്ത. കടവും കുട്ടികളുടെ പഠനവും മുന്നോട്ടുള്ള ജീവിതവും ഭാര്യ ഷാഹിനയ്ക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാണ്. ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന സഹോദരങ്ങൾക്കും ഇവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. വരുമാനമൊന്നുമില്ല. ഈ കാണുന്ന ഈ വീട് മാത്രമേ ഉള്ളൂ. പണി തീരാത്ത ഈ വീട് മാത്രമേ ഉള്ളൂ. വേറെ വരുമാനമൊന്നുമില്ല. ഇപ്പോൾ കടങ്ങൾ വീടാൻ തന്നെ ആരെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടിയാൽ പറ്റും. പിതാവിൻ്റെ ആഗ്രഹം പോലെ ഒരു പൈലറ്റ് ആവണം 9ാം ക്ലാസ്സുകാരനായ റിൻഷാദിന്. മകൾ ഫാത്തിമ ഷൈന +2 വിദ്യാർത്ഥിയാണ്. എല്ലാവരെയും പോലെ വലിയ പ്രതീക്ഷകളുമായാണ് അബ്ദുൾ സമദും കടൽ കടന്നത്. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനിടെ ഭാര്യയെയും 2 കുട്ടികളെയും തനിച്ചാക്കി സമദ് പോയി. വലിയ കടത്തിന് നടുവിലാണ് ഇപ്പോൾ ഈ 3 അംഗ കുടുംബം. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് മുന്നറിയിപ്പ്. തീരപ്രദേശത്ത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. കോഴിക്കോട് ശാന്തിനഗർ കോളനി നിവാസി ജയശ്രീയുടെ മരണത്തിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന ആരോപണവുമായി അമ്മ രംഗത്ത്. കഴിഞ്ഞ ഫെബ്രുവരി 3-നാണ് ഫറൂഖിലെ ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ ജയശ്രീ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് ആത്മഹത്യ എന്ന് പറയുമ്പോഴും കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്ത തന്റെ മകൾ എങ്ങനെ കെട്ടിത്തൂങ്ങി മരിക്കുമെന്നാണ് ഈ അമ്മ നിറകണ്ണുകളോടെ ചോദിക്കുന്നത്. എനിക്ക് 5 പെൺകുട്ടികളാണ് സാറേ. 5 പെൺകുട്ടികളിൽ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത മക്കളാണ്. അതിൽ 3ാമത്തെ മോള് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഓളെ ആത്മഹത്യ ചെയ്യൂല, ചെയ്യാനൊക്കെ കഴിയൂല. ഓളെ കൊന്നതാ സാറേ, എൻ്റെ മോളെ കൊന്നതാണ്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടി മരിച്ചത്. എങ്ങനെ ശ്വാസം മുട്ടി? എൻ്റെ മൂക്ക് കയറാനോ കട്ടിലിൽ കയറാനോ കസേര ഇടാനോ കയറ് കെട്ടാനോ തൂങ്ങാനോ ഒന്നും പറ്റൂല. ഊരയ്ക്കും കാലിനും സ്വാധീനക്കുറവുള്ള എൻ്റെ കുട്ടിക്ക് കൈ രണ്ടും ശരിക്കും നിവർന്ന് നിൽക്കാനോ മര്യാദയ്ക്ക് നിൽക്കാനോ കൈ മുകളിലേക്ക് പൊന്തിക്കാനോ പറ്റാതെ കുട്ടി എങ്ങനെ തൂങ്ങി? ഈ മരണത്തിന്റെ സത്യം പുറത്തു വരണം. പണമില്ല, പ്രാപ്തിയില്ല, 5 പെൺകുട്ടികളെയും കൊണ്ട് നാട് നീളെ തെണ്ടി ഗവൺമെന്റും കന്യാസ്ത്രീകളെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. എന്റെ മോളൊക്കെ വന്നത് 5 വയസ്സായി പൈതലിന് അമ്മയില്ലാണ്ടാക്കിയതാണ്. ഒരു നിഴലായിട്ടെങ്കിലും ഒരു അമ്മ അകത്ത് കിടന്ന കിടപ്പിലായാലും എന്റെ മോള് ഉണ്ടായാൽ മതിയേനി ഈ കുട്ടിക്ക് എന്നാ ഞാൻ ചിന്തിക്കുന്നത്. കാലുകൾക്കും കൈക്കും സ്വാധീനമില്ലാത്ത തന്റെ മകൾ ആത്മഹത്യ ചെയ്യുകയില്ല എന്നാണ് ഈ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കേസ് അന്വേഷിക്കുന്ന പോലീസാണ്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോയ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. ജീവിതം തകർക്കുന്ന ചുവപ്പ് നാട. അച്ഛനമ്മയും വിശ്വവിവാഹിതരായതുകൊണ്ട് ഇത് സർട്ടിഫിക്കറ്റ് തരില്ല എന്നാണ് അവർ പറഞ്ഞത്. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ ഡോക്ടർക്ക് ഉപരിപഠനത്തിന് ജാതി സർട്ടിഫിക്കറ്റ് നൽകാതെ താലൂക്ക് അധികൃതർ. 1 മാസമായി ഇവർ വൈത്തിരി താലൂക്കിൽ. വാർത്ത നൽകിയ ഉടൻ നടപടി. നാളെ തന്നെ അത് പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കാം. എന്നും ജനപക്ഷത്ത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന കേസിൽ രഹന ഫാത്തിമ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബിജെപി നേതാവ് നൽകിയ പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തതായി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നും തടയണമെന്നും ആവശ്യപ്പെട്ടാണ് രഹനയുടെ ഹർജി. നഗ്നത പ്രചരിപ്പിച്ചതിന് IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവും കുട്ടിയെ ദുരുപയോഗം ചെയ്തതിന് ബാലനീതി നിയമത്തിലെ 75 വകുപ്പ് പ്രകാരവുമാണ് കേസ്. കാടിറങ്ങുന്ന വന്യത. പാലക്കാട് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന മേഖലകളിലൊന്നാണ് അട്ടപ്പാടിയും മലമ്പുഴയും. കാട്ടാനയും കാട്ടുപന്നിയുമാണ് കർഷകർക്കേറെയും ദുരിതം വിതയ്ക്കുന്നത്. രാത്രി കാലങ്ങളിൽ രാത്രി 12 മണി 4 3 കൃഷിക്കാർ ചേർന്ന് രാത്രി ടോർച്ചടിച്ച് കാവലിരുന്ന് എങ്ങനെയൊക്കെ കൊയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കൊയ്തെടുക്കുന്നത്. അത് കൊയ്ത് പകുതി കിട്ടും, പകുതി ആനയും കൊണ്ടും. അത് കൊയ്ത് വീട്ടുമുറ്റത്തെത്തിച്ചാൽ പോലും നമുക്ക് ഭയമാണ്. അപ്പോഴാണ് കൂടുതൽ വിഷമം. ആന വീട്ടിന് മുറ്റത്ത് വന്നിട്ട് നെല്ലിനെ മണത്തിട്ട് വരുന്ന വലിയ ശല്യം ചെയ്യാറുണ്ട്. മലമ്പുഴ അരുകുടിയിലെ അമൃതകുമാർ എന്ന കർഷകന്റെ വേദന ഈ മേഖലയിലെ മുഴുവൻ കർഷകരുടേതു കൂടിയാണ്. വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും കാട്ടാനകളെത്തി എല്ലാം നശിപ്പിക്കും. കാട്ടാനകളെ പേടിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നേരമിരുട്ടിയാൽ പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. എല്ലാ ദിവസങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം അനുഭവപ്പെട്ടാണ്. ഞങ്ങൾക്ക് ഒരു വർക്കിന് പോയിട്ട് വരുമ്പോൾ എന്താ നേരം വൈകിട്ടൊക്കെ വരുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് എല്ലാ ദിവസങ്ങളും ഇങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ നേരത്തൊക്കെ 8 മണിയാകാതെ പുറത്തിറങ്ങാൻ വഴിയില്ല. മലമ്പുഴയ്ക്ക് പുറമെ അട്ടപ്പാടിയിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. ഷോളയൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. 1 മാസത്തിനുള്ളിൽ 10ഓളം വീടുകളാണ് കാട്ടാനകൾ തകർത്തത്. കൃഷി നശിപ്പിച്ചത് വേറെയും. കേരളത്തിൽ നിന്നുള്ള ആനകളെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള ആനകളാണ് ഇങ്ങോട്ട് കയറി ഇത്രയും ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തുരത്തി തമിഴ്നാട്ടിലേക്ക് തന്നെ വിടാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വന്യമൃഗശല്യത്തിനെതിരെ നാട്ടുകാർ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ വനം വകുപ്പ് കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. ന്യൂസ് 18 പാലക്കാട്. പുലിപ്പേടിയിൽ തിരുവനന്തപുരം കാട്ടാക്കാട് പനയങ്കോട് നിവാസികൾ. പ്രദേശത്ത് അടുത്ത ദിവസങ്ങളിൽ ആടിനെയും വളർത്തുമൃഗങ്ങളെയും അജ്ഞാത ജീവി കൊന്നു തിന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 2 ദിവസമായി പ്രദേശത്ത് അജ്ഞാത ജീവി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയാണ്. പനയങ്കോടിന് സമീപം പാപ്പാറയിൽ സതിയുടെ ആടിനെയും പ്രഭാവതിയുടെ 6 കോഴികളെയുമാണ് നഷ്ടപ്പെട്ടത്. ഒരു കോഴിയുടെ ഒഴികെ ഒന്നിന്റെയും അവശിഷ്ടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം പനയങ്കോട് സുനിലിന്റെ വീട്ടിലെ തൊഴുത്തു നിന്ന് 2 ആടുകളെയാണ് കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തിയത്. ആക്രമണത്തിന് പിന്നിൽ പുലിയാണെന്ന് പറഞ്ഞതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്.
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും വന്ന് ഇതിനെ പരിശോധിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും ഇന്നും മനുഷ്യനെ ഭീതി ഉണർത്തിക്കൊണ്ട് ഒരു വീട്ടിൽ കയറി 6 കോഴികളെ ആക്രമിക്കുകയും അതിനെ കൊണ്ടുപോവുകയും അതുപോലെ അടുത്തൊരു വീട്ടിൽ ചെന്ന് ഒരു ആടിനെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും മനുഷ്യനെ ഇങ്ങനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഈ നാട്ടുകാരുടെ അഭിപ്രായം. എന്നാൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും ഏത് ജീവിയുടെ കാൽപ്പാടാണെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രദേശത്ത് കൂട് സ്ഥാപിച്ചെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ വള്ളിപ്പുലി പോലുള്ള ജീവിയായിരിക്കാം ആക്രമണത്തിന് പിന്നിലെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ന്യൂസ് 18 കാട്ടാക്കട. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി വയനാട് മേപ്പാടി വിത്തുകാട് കയ്യേറ്റം ഭൂമിയിലെ താമസക്കാർ. പ്രദേശത്ത് അടിസ്ഥാന വികസനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് 130 കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുന്നത്. ജില്ലയിലെ ഭൂമി കയ്യേറ്റ സമരങ്ങളിൽ ഏറ്റവും വലിയ സമരമായിരുന്നു 2008 ജനുവരിയിൽ മേപ്പാടി പഞ്ചായത്തിലെ വിത്തുകാട് നടന്നത്. 130-ലധികം കുടുംബങ്ങളാണ് CPI-MLന്റെ നേതൃത്വത്തിൽ നടന്ന അന്നത്തെ ഭൂസമരത്തിൽ പങ്കാളികളായത്. എന്നാൽ 12 വർഷങ്ങൾക്കിപ്പുറവും കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടില്ല. ശരിയായ ഒരു നടപ്പാത കിട്ടണം. അതുപോലെ കുടിവെള്ളം, അങ്ങനെ പല എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് 13 വർഷമായിട്ട് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. സാഹചര്യം മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഞങ്ങളോട് എല്ലാം ആഹ്വാനം ചെയ്ത് സമരം ചെയ്യിക്കാൻ ഇതിനൊക്കെ ഞങ്ങളെ കൊണ്ടു നടന്നു. പക്ഷെ അവരെ ഭരണം വരുമ്പോഴും അവരും കാലുവാരിയാണ്. അപ്പം ഞങ്ങളെ നിരന്തരം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് ഈ വോട്ട് ബഹിഷ്കരണം. വീട്, വഴി, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഇവിടത്തുകാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ നേരിടണമെന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിടുതൽ ഹർജി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി. തനിക്കെതിരെ തെളിവുകൾ ഇല്ല എന്നും വിചാരണ കൂടാതെ പ്രതിസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നുമാണ് ഫ്രാങ്കോയുടെ ആവശ്യം. ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ 2018 ജൂൺ 26-നാണ് കുറവിലങ്ങാട് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ കന്യാസ്ത്രീ പരാതി നൽകിയത്. തുടർന്ന് സെപ്റ്റംബർ 21-ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തു. 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫ്രാങ്കോ ജാമ്യത്തിലിറങ്ങി. മഴയായതോടെ സജീവമാവുകയാണ് ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. എന്നാൽ അധികമാരും അറിയാത്ത തൊടുപുഴ നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ നിരവധി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കും. മഴ ആരംഭിച്ചതോടെ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളും സജീവമായി. വേനൽക്കാലത്ത് വറ്റിവരണ്ട് കിടന്ന പല വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊഴുകി തുടങ്ങി. ഇതിൽ ഒന്ന് മാത്രമാണ് തൊടുപുഴയ്ക്കടുത്തുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടം. ഇവിടെ മരങ്ങൾക്കിടയിലൂടെ പാറകളെ തഴുകി വെള്ളം നിറഞ്ഞൊഴുകുന്നത് മനോഹര കാഴ്ചയാണ്. മലങ്കരയ്ക്ക് സമീപമാണ് ഈ വെള്ളച്ചാട്ടം. ആളുകൾക്ക് അധികം അറിയില്ല. ഞങ്ങൾ തന്നെ അവിടുന്ന് 2-3 പേര് കേട്ടറിഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇത്രയും നല്ല സ്ഥലം തൊഴിൽ ഞങ്ങൾ ഇത്ര അടുത്തുനിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ലോക്ക്ഡൌണിന് ഇളവ് വന്നതോടുകൂടി അരുവിക്കുത്ത് കാണാൻ ആളുകൾ എത്തുന്നുണ്ടെങ്കിലും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇപ്പം മഴക്കാലം കയറാൻ നല്ല ഒഴുക്കുണ്ട്. പിന്നെ 2-3 സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കണമെന്ന് ഏറ്റവും അത്യാവശ്യമാണ്. അതിന് ഫോറസ്റ്റും ബാക്കി അധികൃതർ ഇതിന് മുന്നോട്ട് വേണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ആഴമുള്ള ജലാശയത്തിൽ അപകട സാധ്യതയും ഏറെയാണ്. തൊടുപുഴയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മലങ്കര അണക്കെട്ടിനൊപ്പം കണ്ടുമടങ്ങാനാവുന്ന സ്ഥലം കൂടിയാണ് അരുവിക്കുത്ത്. ന്യൂസ് 18 തൊടുപുഴ. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിൽ മലപ്പുറം നിലമ്പൂർ കവളപ്പാറയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സ്നേഹഗ്രാമം പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകി ജ്യോതി ലാബ്സ്. പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി KT ജലീലും ഗോപിനാഥ് മുതുകാടും ചേർന്ന് നിർവഹിച്ചു. നെക്സസ് ചെയർമാൻ അഹമ്മദ് ഇക്ബാൽ കുനിയിൽ നൽകിയ ഭൂമിയിൽ ജ്യോതി ലാബ്സ് ലിമിറ്റഡ് ചെയർമാൻ MP രാമചന്ദ്രൻ 15 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയത്തിൽ കവളപ്പാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 59 ജീവനാണ് പൊളിഞ്ഞത്. വീടും ഭൂമിയും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടത് നിരവധി പേർക്ക്. പ്രളയത്തിൽ എല്ലാം നഷ്ടമായ നാട്ടുകാർക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പരിപാടിയിൽ ഗോപിനാഥ് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് ജ്യോതി ലാബ്സ് ലിമിറ്റഡ് ചെയർമാൻ MP രാമചന്ദ്രൻ വീടുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. നെക്സസ് ഗ്രൂപ്പ് ചെയർമാൻ അഹമ്മദ് ഇക്ബാൽ ഭൂമിയും നൽകി. നല്ല മനസ്സുകളുടെ പിന്തുണയിൽ വീട് ലഭിച്ചതിൽ സന്തോഷത്തിലാണ് കവളപ്പാറക്കാരും. കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ജ്യോതി ലാബ്സ് ചെയർമാൻ MP രാമചന്ദ്രന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് 18 മലപ്പുറം. സ്പോർട്സ്.
സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ച റയൽ മാഡ്രിഡ്. എസ്പാനോളിനെ തോൽപ്പിച്ചാണ് റയലിന്റെ മുന്നേറ്റം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് റയലിന്റെ ജയം. 45-ാം മിനിറ്റിൽ കാസമിറോ ആണ് വിജയഗോൾ നേടിയത്. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ബാഴ്സലോണയേക്കാൾ 2 പോയിന്റ് മുന്നിലെത്താൻ റയലിനായി. 32 കളിയിൽ നിന്നും റയലിന് 71 പോയിന്റും ബാഴ്സലോണയ്ക്ക് 69 പോയിന്റുമാണുള്ളത്. ആദ്യവാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്